ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പൊന്മുഖം കണ്ടാരാധിച്ചിടാം ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. വീടേ ദുഃഖമങ്ങില്ല രോഗമില്ല വീടേ മരണമങ്ങില്ല കഷ്ടമില്ല വീടേ ദുഃഖമങ്ങില്ല രോഗമില്ല വീടേ മരണമങ്ങില്ല. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരകാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരകാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. പരിഹാസമങ്ങില്ല പീഡയില്ല വീടേ ഭീതിയുമില്ല നിന്നയില്ല വീടേ പരിഹാസമങ്ങില്ല പീഡയില്ല വീടേ ഭീതിയുമില്ല. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരകാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരകാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. വീടേ അനാഥനല്ല ഞാൻ പ്രിയനുണ്ട വീടേ ഞാൻ ഏകനുമല്ല കാതനുണ്ട വീടേ
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനത്തിൻ്റെ അരികിലായിരിക്കുവാൻ നമുക്കൊരവസരം കൂടി കർത്താവ് തന്നിരിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഒരു മുന്നറിയിപ്പാണ്, ഒരു കരുതലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വീഴ്ച വരാൻ അല്ലെങ്കിൽ താഴ്ച വരാൻ, നാം ഒഴുകിപ്പോകാൻ, ഈ കേട്ട വചനത്തിൽ നിന്ന് നാം പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ കരുതലുള്ളവരായിരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന്. ഒഴുകിപ്പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വസ്തു ഉയർന്നു നിൽക്കുന്നത്, പൊങ്ങിക്കിടക്കുന്നത് ഇട്ടാൽ എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുക്കിനൊത്ത് അത് താനെ ഒഴുകിക്കൊള്ളും. അതിന് യാതൊരു അധ്വാനവും ആവശ്യമില്ല. കാരണം അതിന് സ്വന്തമായിട്ട് ശക്തി പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അത് ആ ഒഴുക്കിനനുസരിച്ച് അത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതാണ്, ഈ ലോകത്തിനൊരു കുത്തൊഴുക്കുണ്ട്. ദൈവത്തിലെ നീ ആ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ദൈവമക്കളെ, എന്നാൽ നമുക്കറിയാം, ഒഴുക്കിനെതിരായി നീന്തണമെങ്കിൽ അതിന് ശക്തി വേണം, അതിന് ആരോഗ്യം വേണം പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒഴുക്കിന് അനുകൂലമായിട്ട് ആ ഒഴുക്കിനൊത്തു പോകാനാണെങ്കിൽ വലിയ ശക്തിയൊന്നും വേണ്ട, അധ്വാനമൊന്നും വേണ്ട. അതാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നാം ഇന്ന് ഒഴുക്കിനൊത്ത് നീന്തുന്നവരാണോ, ഒഴുക്കിനൊത്ത് ഒഴുകിപ്പോകുന്നവരാണോ, അതോ ഈ ലോകത്തിന്റെ പാപത്തിലേക്കുള്ള, അശുദ്ധിയിലേക്കുള്ള, മദ്യപാനത്തിലേക്കുള്ള, വെറുക്കൂത്തിലേക്കുള്ള, അന്ധകാരത്തിലേക്കുള്ള, നിത്യനരകത്തിലേക്കുള്ള ആ കുത്തൊഴുക്കിൽപ്പെട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ, അതോ ഈ ഒഴുക്കുള്ള ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിലോ അതിനെതിരായിട്ട്, അതിന് പ്രതികൂലമായിട്ട് ഓടാൻ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്? ദൈവമക്കളെ, നമ്മൾ ഒഴുക്കിനൊത്ത് നീന്തുന്നവരാണോ, കാലത്തിന്റെ ഒഴുക്കിനൊത്തവണ്ണം നീന്തുന്നവരാണോ? പ്രിയപ്പെട്ട അനേക വിശ്വാസികൾ എന്ന് പറയുന്നവരും കാലത്തിന്റെ ഒഴുക്കിനൊത്ത്, ലോകത്തിന്റെ പോക്കിനൊത്ത്, പ്രിയപ്പെട്ട മറ്റുള്ളവരുടെ പോക്കിനൊത്ത്, നമ്മുടെ സ്വന്തക്കാരുടെ പോക്കിനൊത്ത്, നമ്മുടെ സഭയിലുള്ളവരുടെ പോക്കിനൊത്ത്, നാം കണ്ടിരിക്കുന്ന ആത്മീയ നേതൃത്വം എന്ന് പറയുന്നവരുടെ പോക്കിനൊത്ത് പ്രിയപ്പെട്ട ഒഴുകിപ്പോകുന്ന, ലൂസായി പോകുന്ന ഒരനുഭവത്തിലാണോ ജീവിക്കുന്നതെന്ന് നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഒരഴഞ്ഞ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒഴുക്കിനൊത്ത് നീന്തിപ്പോകുന്ന ഒരനുഭവമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. ഇന്ന് അനേക ദൈവമക്കൾ ചിന്തിച്ചിരിക്കുന്നത്, കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ കഷ്ടതയില്ല, പട്ടിണിയില്ല, രോഗമില്ല, ഒരു പ്രതികൂലമില്ല എന്നാ. പ്രിയപ്പെട്ടവരെ, അതൊന്നും വേദപുസ്തകം പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, ജയാളിയായ കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് എന്ന്, പ്രതികൂലമുണ്ട് എന്ന്. ഒഴുകിപ്പോകാൻ, പ്രിയപ്പെട്ട ആത്മീയ ജീവിതത്തിൽ വഴുതിപ്പോകാൻ സാധ്യതയുള്ള, വഴുവഴുപ്പുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവമക്കളെ, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന്. ദൈവമക്കളെ, വളരെ കരുതലോടെ, ശ്രദ്ധയോടെ ഓരോ ചുവടും വെക്കേണ്ടതാണ് ആത്മീയ ജീവിതം പ്രിയപ്പെട്ടവരെ. ഓരോ വാക്ക് പറയുമ്പോഴും അത് കരുതലോടും ശ്രദ്ധയോടും കൂടെ ആയിരിക്കണം. പ്രിയപ്പെട്ട ഓരോ കാര്യങ്ങളിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് ഉയർത്തി, എൻ്റെ സ്വർഗത്തിലെ അപ്പാ, നീ ഇത് പ്രസാദിക്കുന്നതാണോ, ഇതെനിക്ക് നന്മയ്ക്കാണോ, ഇതെന്റെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരുന്നതാണോ? നാം എത്ര പേര് ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് നമ്മുടെ ബുദ്ധിക്കൊത്തതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറമായി ഇതെന്റെ ആത്മീയ ജീവിതത്തിന്, എനിക്ക് നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമുണ്ടാകുമോ, പ്രതിബന്ധമുണ്ടാകുമോ? എൻ്റെ കൂട്ടായ്മ ജീവിതത്തിൽ തടസ്സം വരുമോ? എനിക്ക് തിരുവചനം കേൾക്കാൻ തടസ്സം വരുമോ? എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ തടസ്സം വരുമോ? ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ
ആവശ്യമാകുന്നു. താഴോട്ട് വായിക്കാം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ അനുസരിക്കാതെ പോയവർക്ക് തക്കതായ ശിക്ഷാവിധി വന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ഈ വചനങ്ങൾ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന ഈ ജീവന്റെ വചനങ്ങൾ നാം അനുസരിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നാം എങ്ങനെ തെറ്റിയൊഴിയുമെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 19 നാം വായിക്കുന്നുണ്ട്. ഒരു ദിവസം അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിന്റെ ഭവനത്തിലേക്ക് 2 ദൂതന്മാർ കടന്നു ചെന്ന് ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, ഈ സോദോം പട്ടണം കത്തി നശിക്കാൻ പോവുകയാണ്, തീയും ഗന്ധകം ഇറങ്ങാൻ പോവുകയാണ്. നീയും നിന്റെ കുടുംബവും നിനക്ക് ഈ പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ച് അതിവേഗം ഇവിടുന്ന് ഓടിപ്പോയിക്കൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നുണ്ട്, ഒറ്റ നിബന്ധനയെ അവരുടെ മുമ്പിൽ വെച്ചുള്ളൂ, ഈ ഓട്ടത്തില് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുതെന്ന്. ദൈവത്തിന്റെ ദൂതന്മാര് ഒരു നിബന്ധന മാത്രമേ അവരോട് പറഞ്ഞിരുന്നുള്ളൂ, ഈ സോദോം വിട്ട് ഓടിപ്പോകുമ്പോൾ നിങ്ങൾ പുറകോട്ട് നോക്കരുത് എന്ന്. ദൈവമക്കളെ, നാം വായിക്കുന്നുണ്ട്, ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണായി പോയി എന്ന്, ചലനമറ്റവളായി പോയി എന്ന്, ജീവനറ്റവളായി പോയി എന്ന്. പ്രിയപ്പെട്ട, ഇന്നും സഭയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നടുവില്, ലോകത്തിന്റെ നടുവില് ഒരു ദൃഷ്ടാന്തമായി നിൽക്കുന്നു. പ്രിയപ്പെട്ട, പുതിയ നിയമത്തില് കർത്താവായ യേശുക്രിസ്തു എടുത്തു പറഞ്ഞു അവളുടെ കാര്യം എന്ത്? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? അവൾ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദൂതന്മാർ കൊടുത്ത സ്വർഗത്തിന്റെ ആലോചന വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവൾ പുറകോട്ട് നോക്കിയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോത്ത് ഈ ലോകത്തിലേക്ക് കണ്ണു നട്ടി പ്രിയപ്പെട്ടവരെ സോദോം വരെ ആ ഫലപുഷ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് സുഖസമൃദ്ധിയോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിച്ച ആ സോദോം വിട്ട് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഓടിപ്പോകണമെന്ന് പറഞ്ഞെങ്കിലും ദൈവമക്കളെ അവരുടെ ഹൃദയം അവിടുന്ന് പറഞ്ഞില്ലായിരുന്നു. നാം മനസ്സിലാക്കണം, ദൈവമക്കളെ നാം പരിശീലിച്ചത് അനേക വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഴക്കമുള്ളത് പ്രിയപ്പെട്ടവരെ അതെല്ലാം വിട്ടുപിരിയാൻ വളരെ പ്രയാസമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവമക്കളെ, ലോത്തിന്റെ ഭാര്യ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി, അയ്യോ നിക്ഷേപങ്ങളൊക്കെ അവിടെ ഇരിക്കുകയല്ലേ, സമ്പാദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കുകയല്ലേ, ആടുമാടുകളൊക്കെ അവിടെ ഇരിക്കുകയല്ലേ, ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവമക്കളെ, എന്ത് പറ്റി? അവൾ ഒരു ഉപ്പുതൂണായി പോയി എന്ന് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം തെറ്റി ഒഴിഞ്ഞത് കൊണ്ട് അവർക്ക് ശിക്ഷാവിധി വന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തു തന്നെ അരുളി ചെയ്യുന്ന ഈ വചനം നാം വിട്ടുകളഞ്ഞാല് പ്രിയപ്പെട്ടവരെ എത്ര വലിയ ശിക്ഷയ്ക്ക് നാം പാത്രമായി തീരുമെന്ന്. 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പഴയ കാലത്ത് പ്രവാചകന്മാരിലൂടെയും ദൂതന്മാരിലൂടെയുമാണ് ദൈവത്തിന്റെ വചനം അരുളി ചെയ്തത്. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ കർത്താവ് തന്നെ നമുക്ക് വചനം തന്ന് സത്യത്തിന്റെ വഴി നമ്മെ കാണിച്ചു തന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. ദൈവമക്കളെ, യേശുക്രിസ്തു ആണ് വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന്, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന്. ദൈവമക്കളെ, ആ വചനം ഭൂമിയിലേക്ക് യേശുക്രിസ്തു ജഡമെടുത്ത് ഇറങ്ങി വന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയില് പ്രിയപ്പെട്ട അവസാന നാളുകളായപ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. വായിക്കാം. നീ എനിക്ക് തന്ന വചനം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പിതാവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, പിതാവേ, നീ എനിക്ക് വചനം തന്നു, നീ എന്നെ നടത്തി. യേശുക്രിസ്തു പറയാണ്, നീ എനിക്ക് തന്ന വചനം, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറയാണ്, എന്ത്? വചനമെല്ലാം പിതാവ് തന്നതാണ്, പിതാവിന്റെ വചനമാണ്, സ്വർഗത്തിന്റെ ഇഷ്ടമാണ് ഞാൻ പ്രസംഗിച്ചതെന്ന് യേശു പറയാണ്. പിതാവേ, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരിലൂടെ ദൂതന്മാരിലൂടെ
അരുളി ചെയ്ത ജീവന്റെ വചനം പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ രക്ഷകനായ യേശുക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുത്തു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ വചനം കാത്തു സൂക്ഷിക്കണം. മനുഷ്യനെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണെന്ത്? ദൈവവചനം നാം കാത്തു പരിപാലിക്കേണ്ടവരാണ്. വചനപ്രകാരം നാം ജീവിക്കേണ്ടവരാണ്. വചനത്തിന് വില കൊടുത്ത് ജീവിക്കേണ്ടവരാണ്. തെറ്റ് പറ്റരുതെന്ന് നിഷ്ഠയോടെ ജീവിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്ക് അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവമക്കളെ, വചനം കാക്കുന്നവരായിരിക്കണം നാം. വചനം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. വചനപ്രകാരം നമ്മുടെ ഹൃദയത്തെ, വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടവരാണെന്ന്. ദൈവവചനം ശക്തിയേറിയതാണ്. നാം കേട്ടുവിട്ട് ശിക്ഷാവിധിക്കിടയായി തീരരുത്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയും, ദൈവത്തിന്റെ വചനം എന്താണെന്നോ അതിന്റെ ശക്തി എന്താണെന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി. ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്. അത് അക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോസ്തലനായ പൗലോസ് പറയും, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവമക്കളെ, എന്താണ് ദൈവവചനത്തിന്റെ പ്രത്യേകത? അത് പുസ്തകത്തിന്റെ താളിൽ ഒതുങ്ങി നിൽക്കുകയല്ല, അത് ജീവനുള്ളതാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയവരെ, ഈ ലോകത്തിലെ വസ്തുക്കളെ മുറിക്കുന്ന ഏതു മൂർച്ചയേറിയ വസ്തുക്കളെക്കാളും മൂർച്ചയേറിയതാണ്. വായിക്കാം. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. ദൈവവചനത്തിന്റെ ആ ഇരുവായത്തിലുള്ള വാള് വെട്ടുന്നത് എന്തിനെയാണ്? ഈ ലോകത്തിലെ ഭൗതിക വസ്തുക്കളെ ഒന്നുമല്ല. തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? മനുഷ്യ ജീവിതത്തിന്റെ മറുവിടങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ഹൃദയം വായിക്കാൻ കഴിയില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുവായത്തിലുള്ള വാളുകളെക്കാളും ശക്തിയേറിയതുമായ ഈ വചനത്തിന്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് തുളച്ചു ചെല്ലുന്നത്. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ദൈവമക്കളെ, വചനത്തിന്റെ ശക്തി പ്രിയപ്പെട്ടവരെ അത് വാളുകൊണ്ട് വെട്ടും പോലെ ശക്തിയുള്ളതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്ത വീഴ്ചകളെല്ലാം സംഭവിച്ച് ദാവീദ് അതിനെയെല്ലാം മറയ്ക്കാൻ പിന്നെയും പാപത്തിലൂടെ ജീവിച്ച് പ്രിയപ്പെട്ടവരെ ദാവീദ് കുറ്റബോധമില്ലാതെ സ്വയം മനസാക്ഷിയിൽ സമാധാനത്തോടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ദാവീദിനെ സ്നേഹിച്ച, ആടുകളുടെ തൊഴുത്തിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുത്ത, സ്വർഗത്തിന്റെ അഭിഷേകതയിലും കൊണ്ട് അഭിഷേകം ചെയ്ത നിത്യനായ ദൈവം തന്റെ പ്രവാചകനെ അയച്ചു ദാവീദിന്റെ അടുക്കലേക്ക്. ദൈവക്കളെ നാം പഠിച്ചിട്ടുണ്ട്. നാഥാം പ്രവാചകൻ ദാവീദിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണെന്ന്, ആ മനുഷ്യൻ നീ തന്നെയാണെന്ന്, മറ്റാരുമല്ല എന്ന്. ദൈവമക്കളെ, അധികാരമുള്ള രാജാവിന്റെ ആ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നു ആ വാക്ക്. കൃഷകാത്രനായ പ്രിയപ്പെട്ട സമൂഹത്തിൽ വലിയ വിലയും നിലയൊന്നുമില്ലാത്ത നാഥാം പ്രവാചകൻ അധികാരമുള്ള രാജാവിന്റെ മുഖത്ത് കൂടി പറഞ്ഞു, ആ പാപം ചെയ്തവൻ, ആ കൊടിയ അനീതി ചെയ്തവൻ അത് നീ തന്നെയാണെന്ന്. ദൈവമക്കളെ, ദൈവവചനത്തിന്റെ ശക്തി അത് നാം വായിക്കുന്നുണ്ട്. ദാവീദ് സിംഹാസനത്തിൽ നിറങ്ങി താഴെ ഇരുന്നു എന്ന്. ദൈവമക്കളെ, ദൈവവചനത്തിന്റെ വ്യാപ്തി. ദാവീദ് എട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവമക്കളെ, ദാവീദിന്റെ അധികാരമെല്ലാം താഴെ വെച്ചു. ദാവീദിന് മനസ്സിലായി, എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട് എന്ന്, എന്നെ ഉയർത്തിയൊരു ദൈവമുണ്ടെന്ന്, ആടുകളുടെ തൊഴുത്തിൽ നിന്ന് എന്നെ ഉയർത്തിയൊരു ദൈവമുണ്ടെന്ന്, ഈ സിംഹാസനത്തിൽ എന്നെ ഇരുത്തിയൊരു ദൈവമുണ്ടെന്ന്. എന്നാൽ ദാവീദിന് മനസ്സിലായി,
ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്തു പോയല്ലോ. ദൈവമക്കളെ, ദാവീദ് എളിമപ്പെട്ടു. ദാവീദ് താഴെ ഇറങ്ങിയിരുന്ന് കരയാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാനും ദൈവവചനത്തിൻ്റെ മുമ്പിൽ കരയുവാനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും നമ്മുടെ കുറവുകളെല്ലാം എണ്ണി എണ്ണി ഏറ്റുപറഞ്ഞ് അപ്പാ നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ ഒരിക്കൽ കൂടി കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, കർത്താവാണ് എന്നെ വിധിക്കുന്നത്. ദൈവമക്കളെ, നാം ആരെയും വിധിക്കരുത്, നമ്മെ തന്നെ വിധിക്കാം. നാം നീതിമാന്മാരാണെന്നോ കുറവില്ലാത്തവരാണെന്നോ നമുക്ക് ചിന്തയുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ വചനം നമ്മിലില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവചനമില്ലാത്ത ഹൃദയം അവരസത്യവാദികളാണ്. ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ ശക്തി അതാണ്. രാജാവിനെയും വെട്ടി വീഴ്ത്തുന്നതാണ്, അധികാരമുള്ളവനെ വെട്ടി വീഴ്ത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ പുറവെയൊന്നുമല്ല മുറിവുണ്ടായത്. ദാവീദിൻ്റെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ മുറിവുണ്ടായി, പാപബോധമുണ്ടായി. ഞാൻ എളിമയോടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവവചനമാകുന്ന വാളുകൊണ്ട് മുറിവുണ്ടായിട്ടുണ്ടോ? ദൈവവചനമാകുന്ന വാളുകൊണ്ട് നമ്മുടെ ഹൃദയം പിളർന്നിട്ടുണ്ടോ? ദൈവവചനമാകുന്ന വാളുകൊണ്ട് നമ്മുടെ മറവിടങ്ങളിലേക്ക് വെളിച്ചം വീശിയിട്ടുണ്ടോ? നാം പാപത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? നാം പാപത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ടോ? പാപം എനിക്ക് വേണ്ട എന്ന്, അയ്യോ കർത്താവേ എനിക്ക് നിന്റെ സ്നേഹം മതിയെന്ന്, നിന്റെ വിശുദ്ധി മതിയെന്ന്, നിന്റെ ആത്മാവ് മതിയെന്ന് ദൈവമക്കളെ നാം സമർപ്പിച്ചിട്ടുള്ളവരാണോ? പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ഹൃദയം പരിശുദ്ധാത്മാവ് തുറന്നു എന്ന്. ദൈവമക്കളെ, ദൈവവചനം മനുഷ്യ ഹൃദയങ്ങളെ കീറിമുറിക്കുന്നതാണ്, മനുഷ്യനെ മാറ്റി മറിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വചനം നിരാശയിൽ ആണ്ടുപോയ മനുഷ്യന് പ്രത്യാശ കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. മരിക്കണം മരിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ജീവിക്കാൻ ആശ കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്നേഹത്തിന്റെ ഊഷ്മത കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ ശക്തി. സഹോദര, നിന്റെ കുടുംബജീവിതം തകർച്ചയുടെ വക്കിലാണോ? നിന്റെ ഭാവി ഇരുളടഞ്ഞതാണോ? മകനെ, യേശു നിന്നെ വിളിക്കുന്നുണ്ട്. ഓ, ഞാൻ നിന്നെ പുതുക്കി മനയാമെന്ന്, ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്താമെന്ന്, നിന്റെ ഉള്ളത്തിലേക്ക് എൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു തരാമെന്ന്. ദൈവമക്കളെ, നിങ്ങൾക്കൊന്ന് എളിമപ്പെടാമോ? ഒന്ന് താണിരിക്കാമോ? കർത്താവേ, എന്നെ ഒന്ന് നിന്റെ വചനം കൊണ്ട് തകർക്കണമേ എന്ന്, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന്. വെളിപ്പാട് 2:23 വായിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ. നമ്മുടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ചിലപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു കാണും പ്രിയപ്പെട്ടവരെ, നാളുകൾ നാം പോലും മറന്നുപോയിട്ടുണ്ടായിരുന്നാൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് ഓടി വരും. പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, മകനെ, നീ ഒരു പാപിയാണല്ലോ എന്ന്, നീ ഇന്ന് മരിച്ചാൽ നരകത്തിലേക്ക് പോകുമല്ലോ. ദൈവമക്കളെ, ഞാൻ മാനസാന്തരപ്പെട്ട രാത്രി കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ബോധ്യങ്ങളാണ് അതൊക്കെ. മകനെ, നീ ഒരു പാപിയാണല്ലോ എന്ന്, ഇന്ന് നീ മരിച്ചാൽ നിത്യ നരകമാണല്ലോ നിന്റെ അവകാശമെന്ന്. ദൈവമക്കളെ, ആ നിരാശപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രം കണ്ട് പ്രിയപ്പെട്ടവരെ നിരാശപ്പെട്ടു പോകാനല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2 കാഴ്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ കാണും. ഒന്ന്, കഴിഞ്ഞകാല ജീവിതത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, അത് കാണുമ്പോൾ പലരും നിരാശ വരും, പലർക്കും ഹൃദയത്തിൽ വേദന വരും. ദൈവമക്കളെ, എന്നാൽ ആ സമയത്ത് തന്നെ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു കാഴ്ച കാണണമെന്ത്? പാപിയായ എനിക്ക് വേണ്ടി കാൽവറിയിലെ ഉന്നതങ്ങളില് തകർക്കപ്പെട്ടവനായ ആ യേശുവിനെ, തുറന്നിരിക്കുന്ന അവന്റെ തിരുവിലാവ് നാം കാണണം പ്രിയപ്പെട്ടവരെ. എങ്കിലേ നമുക്ക് പ്രത്യാശ ലഭിക്കുകയുള്ളൂ. പാപബോധം ലഭിച്ചതുകൊണ്ട് മാത്രം നമുക്ക് സന്തോഷം ലഭിക്കുകയില്ല. പാപബോധം ലഭിക്കുന്ന സഹോദര, പാപബോധം കൊണ്ട് കുനിഞ്ഞിരിക്കുന്ന സഹോദരി, നീ കുരിശിലേക്ക് നോക്കിയേ, രക്ഷകൻ നിന്നെ വിളിക്കുകയാണ്, രക്ഷ ഒഴുകി വരികയാണ്. മകളെ, നീ നിരാശയിൽ ജീവിക്കണ്ട, പാപത്തിൽ മരിക്കണ്ട, യേശു നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, 2 ദർശനമാണ് ക്രിസ്തീയ. ഒന്ന്, ഞാൻ ആരാണെന്ന്, എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന്. ദൈവമക്കളെ, അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ, ഈ രക്ഷകനെ ഒന്ന് മനുഷ്യന് പിടികിട്ടിയെങ്കിലെന്ന്. ദൈവമക്കളെ, കുറവൊക്കെ നമുക്ക് വരും, കുറവൊക്കെ ചിലപ്പോൾ കാണും. എന്നാൽ രക്ഷകനെ പിടികിട്ടിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പിന്നെയും മുമ്പോട്ട് പോകാം. രക്ഷകനായ യേശു
വീണ്ടെടുപ്പുകാരനായ കർത്താവ്. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു എന്ന അരുമ മണവാളനോടുള്ള അദമ്യമായ ആരാധനയാണ് ക്രിസ്തീയ ജീവിതം. ആ സ്നേഹമാണ് ക്രിസ്തീയ ജീവിതം. ദൈവമക്കളെ, കുറെ പഠിക്കുന്നതോ കുറെ പഠിപ്പിക്കുന്നതോ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഒറ്റ കാര്യമാണ് ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടത്, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം. അരുമ മണവാളനായ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം, എപ്പോഴും ആ ഒരു ബിന്ദുവിൽ നമ്മുടെ ഹൃദയം പറ്റി നിൽക്കുന്ന അനുഭവം. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ 2 പേര് നിരാശപ്പെട്ട് യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോകുന്ന യാത്രയിൽ യേശുക്രിസ്തു അവരറിയാതെ തന്നെ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവരോട് ചേർന്ന് നടക്കുകയാണ്. വായിക്കാം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന്, മനുഷ്യപുത്രൻ കഷ്ടമനുഭവിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാകുന്നുവെന്ന്. ആ ശിഷ്യന്മാര് പറഞ്ഞു, യെരുശലേമിൽ ചില സ്ത്രീകളൊക്കെ പോയി നോക്കി, കല്ലറയിൽ അവനില്ല, അവന്റെ കാര്യം തീർന്നു പോയി, അവർ നിരാശപ്പെട്ടു പോകുന്നവരാണ്. ദൈവമക്കളെ, അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അയ്യോ മന്ദബുദ്ധികളെ എന്ന്. ദൈവമക്കളെ, നിരാശപ്പെട്ടു പോയ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാൻ കഴിയാതെ വണ്ണോ കണ്ണ് നിരോധിക്കപ്പെട്ട പ്രിയപ്പെട്ട ഹൃദയം ഇരുളു മൂടിയ അവരോട് കർത്താവ് ചോദിക്കുകയാണ്, പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ എല്ലാം വിശ്വസിക്കാത്ത നിങ്ങൾ മന്ദബുദ്ധികളാണ്, നിങ്ങളുടെ ബുദ്ധി തുറന്നിട്ടില്ല എന്ന്. അയ്യോ മന്ദബുദ്ധികളെ എന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം വിശ്വസിക്കാത്തത് കൊണ്ട് കർത്താവ് അവരെ വിളിച്ചത് മന്ദബുദ്ധികളെ എന്ന. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിക്കാം 24-27 വായിക്കാം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവരോട് ചേർന്ന് നടക്കുകയാണ്. പിന്നെ കർത്താവ് എന്താണ് പറഞ്ഞത്? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു അവരുടെ കൂടെ വെറുതെ നടക്കുകയല്ല. ഇത് പ്രിയപ്പെട്ട മന്ദബുദ്ധികളെ എന്ന് വിട്ട് അവരെ ഉപേക്ഷിച്ച് കളയല്ല. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലൂടെയും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ തിരുവെഴുത്തുകളെയൊക്കെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ആ തിരുവെഴുത്തുകളെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് നാം വായിക്കുന്നുണ്ട്, കർത്താവിനെ അവർ നിർബന്ധിച്ച് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി എന്ന്. ദൈവമക്കളെ, എന്നാൽ കർത്താവ് അവർക്ക് വെളിപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പറയുന്നൊരു കാര്യമുണ്ട്, 24:32 യേശുവാണ് കൂടെ വന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴേക്കും കർത്താവ് അവരെ വിട്ടുപോയി. ദൈവമക്കളെ, യേശുവാണ് ഞങ്ങളുടെ കൂടെ നടന്നതെന്നും യേശുവാണ് ഞങ്ങളോട് സംസാരിച്ചതെന്നും അതെല്ലാം അവർ തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നെല്ലാം അവർ അറിഞ്ഞപ്പോഴേക്കും കർത്താവ് അവരെ വിട്ടുപോയി, അപ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, അവൻ അടച്ചിട്ട വാതിലുടെ ഉള്ളിലേക്ക് കടക്കാം. അവൻ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം, എപ്പോൾ വേണമെങ്കിലും അവന് മറഞ്ഞു പോകാം. ദൈവമക്കളെ, യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ അവർ പറയുന്നതാണ് 32-ാമത്തെ വാക്യം വായിച്ച്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച്. ഈ യേശു വഴിയിൽ നമ്മോടുകൂടെ നടന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ, അവൻ നമ്മോട് തിരുവെഴുത്തുകളെ തെളിയിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, യേശു നമ്മളോട് ചേർന്ന് നടന്ന് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെല്ലാം യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെല്ലാം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളില് കത്തിക്കൊണ്ടിരുന്നില്ലയോ? ദൈവമക്കളെ, എന്താ ദൈവവചനത്തിന്റെ പ്രത്യേകത? അത് ഹൃദയം കത്തിക്കുന്നതാണ്, അത് നിരാശ മാറ്റുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എമ്മോസിലേക്കും മ്ലാനതയോടെ നിരാശയോടെ പോയ ആ ശിഷ്യന്മാര് അന്ന് തന്നെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. കാരണം എന്താ? അവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. ദൈവത്തിന്റെ ആത്മാവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം കത്തി, അവരുടെ മ്ലാനത മാറി, അവരുടെ നിരാശ മാറി. ഭാവിയിലേക്ക് നോക്കി എന്തു വേണ്ടുമെന്ന് ചിന്തിച്ചിരുന്ന ആ അവസ്ഥക്കെല്ലാം മാറ്റം വന്നു. ദൈവമക്കളെ, അവൻ നമ്മോട് തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളില് കത്തിക്കൊണ്ടിരുന്നില്ലയോ? ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഞാനൊരു ചോദ്യം എളിമയോടെ ചോദിക്കട്ടെ. തിരുവചനം കേൾക്കുമ്പോൾ, തിരുവചനം വായിക്കുമ്പോൾ, മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കത്തുന്ന അനുഭവമുണ്ടോ? ഇല്ലെങ്കിൽ സഹോദര, നീ മുഴങ്കാലും മടക്കി കണ്ണുനീരോടെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കണം, കർത്താവേ
എന്റെ ഹൃദയം ഒന്ന് കത്തിക്കണമേ എന്ന്. ഇത് മ്ലാനതയുള്ളതാ, ഇത് പിശാച് കൈയടക്കിയതാ. എന്റെ കർത്താവ് എന്നാൽ എന്റെ ഹൃദയം തീ പിടിക്കുന്ന ആഴമുള്ള അനുഭവം എനിക്ക് തരണമേ. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തീ എന്റെ മേൽ ഇറങ്ങണമേ, തീ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ ഒരു തീയാക്കി മാറ്റണമേ. ഈ അന്ധകാരത്തിന്റെ നടുവില് ഒരു തീയാക്കി എന്നെ നീർത്തണമേ. യെശയ്യാവിന്റെ അതരത്തെ തൊട്ട ആ സ്വർഗത്തിലെ തീക്കട്ട എന്നെ ഒന്ന് തൊടുവിക്കണമേ എന്ന് ദൈവനാമം മഹത്വപ്പെടുവാൻ.